ഹായ് ഗൈസ്, അപ്പം ഞാൻ റെഡിയായി. ഞാൻ ഓവർകോട്ട് ഇട്ട് തണുക്കുന്നു നന്നായിട്ട്. ഓക്കെ, സോ വേണ്ട ബോട്ടാണ്. ഓക്കെ, നമ്മൾ ഊട്ടി ലേക്കിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ എന്തേ ഉള്ളൂ. സോ നമ്മളിങ്ങനെ സ്പീഡ് നടന്നെത്തും. അങ്ങനെ നടക്കാൻ ഭയങ്കര ഓട്ടോ പിടിക്കാം. ദാറ്റ്സ് ഇറ്റ്. നിറയെ ഓട്ടോ ഒക്കെ ഈ വഴി പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അഹമ്മദ് എന്നാണ് ഓട്ടോ ഡ്രൈവറിൻ്റെ പേര്. നമ്പർ തന്നിട്ടുണ്ട്, നമുക്ക് വിളിക്കാം. നോ ഇഷ്യൂസ്. ഓക്കെ ഗൈസ്, എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് ആണ്. ഒരു കുഴപ്പന്മാരുടെ ശല്യം. ഇതൊക്കെയാണ് പ്രശ്നം. ഇവന്മാരൊക്കെ കാരണമാണ് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുക. തെണ്ടികൾ. ഓക്കെ, നമുക്ക് അതൊന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. പോവാ, സേഫായിട്ട് തിരിച്ചു വരാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ കാണിച്ചു തരാൻ ഫുൾ ഫോറസ്റ്റ് ഏരിയ. പക്ഷെ നിന്റെ ഔട്ട്ഫിറ്റ് കാണിക്ക് ഒന്ന്. ഇങ്ങോട്ട് നോക്ക്. ഞാൻ അവളുടെ ഔട്ട്ഫിറ്റ്. ഓ, ഷീസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇതാണ് നമ്മൾ നടന്നു വന്നു. മരം, കാടുകൾ. ഓക്കെ, പക്ഷെ ഹായ് പറയ്. നമ്മള് റീച്ച് ആവാനായി. ഇനിയൊരു 500 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതൊരു കറക്കമാണ്. നമുക്കൊരു വാക്കിംഗ് പോലെയായി. ലൈക്ക് എന്താ ഇപ്പൊ ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ മൈൻഡിൽ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഒന്നുമില്ല. ലൈക്ക് എന്തോ ഒന്നുമില്ല, ഒരു തണുപ്പ് മാത്രം. മൈൻഡ് ക്ലീൻ മൈൻഡ്. ഐ ഫീൽ റിലാക്സ്ഡ്. വേറൊന്നും പ്രത്യേകിച്ചില്ല. വടിയുണ്ട് അവിടെ. ഓക്കെ, നമ്മളിങ്ങനെ റോഡ് സൈഡിലൂടെ നടക്കുകയാണ്. അതെ. ഓ ഗൈസ്, ഇവിടുത്തെ വ്യൂ ഇല്ലേ, കാണിച്ചു തരാം. സോ ഗൈസ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, എന്നിട്ട് മറ്റേ പ്ലാന്റ്. ഓ, നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ വീടാണല്ലോ. ചെടികൾ ഇഷ്ടമാണ് ഗൈസ്. പക്ഷെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോന്ന് ചെടിയൊന്നും നിൽക്കത്തില്ല. അതാ പ്രശ്നം. ഓക്കേ, കുതിരൻ്റെ പുറത്ത് കയറണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് പേടിയാണ്. എനിക്ക് ഹൈറ്റ് പേടിയാണ്. അതുകൊണ്ട് കുതിരൻ്റെ മേലെ കയറി താഴെ വീഴൊന്ന് പേടിച്ചിട്ടാണ്. വേറൊന്നുമില്ല. സോ ഓക്കെ, ബോട്ട് ഹൗസ്. അപ്പം ബോട്ട് ഹൗസ് റീച്ചായി. ജസ്റ്റ് ഇത് കുറച്ചുകൂടി ഇങ്ങനെ നടന്നു പോകണം. ഗൈസ്, ബോട്ട് ഹൗസ് റീച്ചായി. ബോട്ടിൽ പോകുന്നുണ്ട്. എന്താ ഇതിൻ്റെ മേലെന്തൊരു സംഭവം കറങ്ങുന്നുണ്ടല്ലോ. ഇത് റെസ്റ്റോറൻറ്റ് ഇതല്ല. ഇവിടെ ബോട്ട് ടിക്കറ്റ് എടുക്കണ്ട. നോക്ക്, നമ്മൾ ടിക്കറ്റ് എടുത്തു. ബോട്ട് ഹൗസ് അവിടെ എൻട്രൻസിൽ കയറാനായിട്ട് എൻട്രി ടിക്കറ്റാണിത്. ഒരാൾക്ക് എത്രയടി? 50. ഒരാൾക്ക് 50 ആണെന്ന് തോന്നുന്നു. അത്ര കൊടുത്തു. അത് 50 ആണെന്ന് തോന്നുന്നേ. 50 അല്ല, 15 രൂപ എന്തുള്ളൂ തോന്നുന്നു. ഓക്കെ, സോ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ടിക്കറ്റ് ചാർജ് മാത്രം ഒന്ന് നോക്കണം. നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ നോക്കാം. നമുക്കത് പോകാൻ പറ്റും തോന്നുന്നില്ല. ഡ്രസ്സ് ഒന്നും എടുത്തില്ല. ബിക്കോസ് ഒരുമാതിരി റേറ്റാണ്. ഒരു ചെറിയ ക്രോപ്പ് ടോപ്പിന് 1000 rupees ആണ്.
അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നമ്മുടെ അവിടെ തന്നെ എടുക്കാം. അതിന് അതേ ഡിസ്റ്റൻസ് ഒക്കെ തന്നെയാണ്. എനിക്ക് കളർ ഇഷ്ടമാണ്. സോ നമ്മളിങ്ങനെ നടന്നു പോകും. ഇവിടെ ലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഓട്ടോ തന്നെ എടുക്കണം. ബിക്കോസ് ഇത് ശരിയാവില്ല. ഓക്കെ, നമ്മളിപ്പോൾ ലേക്കിൻ്റെ അടുത്താണ് പോകുന്നത്. ജസ്റ്റ് അവിടെ പോയി നിൽക്കാം. ഒരുമാതിരി റേറ്റാണ്, ഒടുക്കത്തെ റേറ്റ്. എനിക്ക് അതിൽ കൂടെ ഇറങ്ങാൻ പേടിയാണ് ഗൈസ്. എനിക്ക് ഹൈറ്റ് ഇറക്കൊക്കെ പേടിയാണ്. പക്ഷെ നോക്കിയിട്ട് വഴുക്കും. പക്ഷെ ചെളി ഞമ്മ പോകുന്നില്ല. ചുമ്മാ അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. പക്ഷെ നിക്ക് ഫോട്ടോ എടുത്തരാം. നമ്മളതിൽ കേറുന്നില്ല. ഒരുമാതിരി റേറ്റ് ആയിട്ട് തോന്നുന്നു. പക്ഷെ അത് അത്ര എൻജോയ്മെന്റ് ഉണ്ടോന്ന് വെച്ചാൽ ഡൗട്ടാണ് എനിക്ക്. വരുന്നവരുടെ മുഖത്തൊന്നും ചിരി കാണുന്നില്ല. എക്സ്ക്യൂസ് മീ ഡാഡി, പക്ഷെ ഒരു ഫോട്ടോ. മഴ വരുന്നു ഗൈസ്. മഴ പോവാം. പക്ഷെ ബർഗർ കഴിച്ചാലോ? നല്ല വിശപ്പ് എനിക്ക്. മൂക്കൊക്കെ തണുത്തിട്ട് മാതിരി. നല്ല വിശപ്പ് എന്നൊക്കെ പറഞ്ഞു. നല്ല വിശപ്പ്. ബർഗർ കഴിക്കണം. ബർഗർ पकड़ी फोन में कोई बोल रहा है तो सर लगा रहे इंडो पंचर नहीं लगाओ. दो को चला दे. നമ്മൾ പൈനാപ്പിൾ വാങ്ങിച്ചു, പിന്നെ സ്ട്രോബെറി. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞിതാ. നല്ല വിശപ്പ്. ഉച്ചയ്ക്ക് പ്രോപ്പറായി ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഹംഗ്രി. ഓ നല്ലൊരു ഇത്ര വേണ്ടായിരുന്നില്ല.
റൈസ് കട്ടൺ കഴിക്കുന്ന പോലെ തോന്നുന്നു. കുറച്ച് മധുരം, അത്രയും തണുപ്പ്, നല്ല തണുപ്പ്. സ്നോ കുതിര കയറണമെന്നുണ്ട് കഴിച്ചു, പക്ഷെ പേടിയാവുന്നു. മഴത്തിന് താഴെ ഇരിക്കുക. ഇവിടുന്ന് ഇറങ്ങി ബോട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ പോവാണേ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓടുന്നു, ഡ്രസ്സ് കണ്ടിട്ട് ഓടുന്നു. ബാഗ് ആകാം. എത്ര രൂപയാണ്? ചുമ്മാ വാങ്ങി നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് സാധനം എനിക്ക് ഹാൻഡ് ബാഗ് ഇങ്ങനത്തെ ടൈപ്പ് ഇടൂടി ഇടോ. ഞാൻ ബ്ലാക്ക് ലെതർ ബാഗ് വാങ്ങിച്ചു. ബെൽറ്റ് വാങ്ങിച്ചു. ബെൽറ്റ് എല്ലോ ആ ഇതാ നമുക്ക് നല്ല വലുത് ആമ്പിളൻ്റെ നമുക്ക് വേണോ? നമുക്ക് എന്താണ് വേണ്ട? ഓക്കെ, നമ്മൾ പോകും വാങ്ങാന്ന് പറയും, ഒന്നും വാങ്ങത്തില്ല. ഫുഡ് കഴിക്കാനുള്ളതാണെങ്കിൽ ഒന്നും നോക്കത്തില്ല, വാങ്ങും. മാഗി കഴിക്കോ, മാഗി കഴിക്കോ ചേരുന്നു. ഇത് ഇല്ല തോന്നുന്നു കേട്ടോ കട. മാഗി കഴിക്കാം. കടല വാങ്ങിക്കാം. സ്പൈസി വേണോ? എനിക്ക് മസാലപ്പൂരി കഴിച്ചിട്ട് നല്ല എരിവ്. മസാലപ്പൂരി അതെന്താടി? മസാലപ്പൂറ ഭൂരി. ഓ മസാലപ്പൊടി പക്ഷെ നല്ല എരിവ്, അതുകൊണ്ട് പൈനാപ്പിൾ വാങ്ങിച്ചു. താഴെ വെക്കുന്ന ഞാൻ എടുത്തോട്ടെ. എന്ത് ഈ ദോശയും വരും. നേരെ ഫുള്ളായി ഗൈസ്. മസാലപ്പൊടി എരിവായതുകൊണ്ട് പൈനാപ്പിൾ വാങ്ങിച്ചു. പൈനാപ്പിൾ എരിവായതുകൊണ്ട് ഇനി മാഗി വാങ്ങും. മാഗി എരിവായിരിക്കും. എനിക്ക് നല്ല എരിവ്, അവൾക്ക് പക്ഷെ എരിവ് വേണം. ഞാൻ കഴിക്കുന്നതാണ്, എനിക്ക് വാഴയ്ക്ക് എരിവ്. മാഗി പറഞ്ഞിട്ടുണ്ട്. മാഗിയോടുകൂടി ഞാൻ നിർത്തും. 5 മണിയായി.
പോവാം. പോയിട്ടൊന്ന് ഉറങ്ങണം നന്നായിട്ട്. നല്ല തണുപ്പ് ഉറങ്ങും, അടിപൊളിയായിരിക്കും. പോയിട്ട് നെയ്യ് കഴിച്ചിട്ട് ഗൈസ്, എൻ്റെ ലിപ്സ്റ്റിക്ക് വേണം. ഗൈസ്, നമ്മൾ ചായ കുടിക്കാൻ വെച്ചിരിക്കുകയാണ്. ജിഞ്ചർ ടീ. എനിക്ക് ജിഞ്ചർ ടീ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ വരും. ഗൈസ്, നമ്മൾ ഇപ്പോൾ ത്രെഡ് ഗാർഡനോ അങ്ങനെ ഒരു ഗാർഡൻ ഉണ്ട്, ഒരു 300 മീറ്ററിൽ. നമ്മൾ അങ്ങോട്ട് നടക്കുന്നത്, പോകുന്നത് കറക്റ്റാണെന്നാണ് തോന്നുന്നത് വഴിയൊക്കെ. സോ ഇന്ന് ഒരു സ്ഥലം മാത്രം കണ്ടു കഴിഞ്ഞാൽ ഒരു തൃപ്തി കിട്ടത്തില്ല. ബിക്കോസ് നാളെ നമുക്ക് ടൈം കുറവാണ്. നാളെ ഉച്ച വരെയുള്ളൂ ടൈം. അത് കഴിഞ്ഞ് നമുക്ക് ബസ് കയറണം. സോ ദാറ്റ് നമ്മളിപ്പോൾ മാക്സിമം ത്രെഡ് ഗാർഡനിലൊക്കെ പോയിട്ട് എല്ലാം കൂടി കാണാം. ഓക്കെ.